അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കഥാപാത്രത്തെ പറ്റിയും അതിലുപരി അദ്ദേഹം ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ സന്ദർഭത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് ആയിരിക്കും അദ്ദേഹം ചെയ്യാൻ വരുന്നത്, ഒരുങ്ങിയിട്ടായിരിക്കും വരുന്നത്. അതാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തെ പറ്റിയിട്ട്. ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തിയ മലയാള സിനിമയ്ക്കൊപ്പം ഒരു ഇരട്ടി മധുരം എന്ന നിലയിലാണ് കളങ്കാവലിന്റെ ടീസറും മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത്. കളങ്കാവലിന്റെ സംവിധായകനായ ജിതിൻ കെ ജോസാണ് ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം ഉള്ളത്. നവാഗത സംവിധായകനെ മമ്മൂക്കി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു സ്പെഷ്യൽ കോംബോയാണ്. ഈ കളങ്കാവൽ എന്ന സിനിമയുമായിട്ട് മമ്മൂക്കയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആ ഒരു ജേണി എങ്ങനെയാണ്? മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുമാതിരിപ്പെട്ട ഏതൊരാളെയും പോലെ എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു മമ്മൂക്കയിലൂടെ ആദ്യം ഒരു സിനിമ സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ അതൊരു ഒരു ആഗ്രഹമായിട്ട് മനസ്സിലോട്ട് കയറിയിട്ടില്ല. കാരണം അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആകുക എന്നുള്ളത് വേറൊരു സംഗതിയാണല്ലോ. അതിനകത്ത് എൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി പിന്നെ ഞാൻ സഹസംവിധായകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് സിനിമയിൽ. അപ്പം ഒരു സംവിധായകനം എന്നുള്ളൊരു രീതിയിലോട്ട് പ്ലാനും പദ്ധതിയും മുന്നിൽ കണ്ട് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ ഒരു സബ്ജക്റ്റിലേക്ക് എത്തി അത് വർക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് ഓർഗാനിക്കലി പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു പോക്കിലാണ് നമ്മൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ടും ആ സബ്ജക്റ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകതകൾ കൊണ്ടും പിന്നെ മൊത്തത്തിൽ ആ പ്രോജക്റ്റിൽ പുറത്ത് തോന്നിയ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഇത് മമ്മൂക്കയിലോട്ട് എത്തിയാൽ ചിലപ്പം അദ്ദേഹത്തിനും അതിലൊരു ആത്മവിശ്വാസം തോന്നാനും ആ പ്രോജക്റ്റിലോട്ട് വരാനും സാധ്യതയുണ്ടെന്നുള്ളൊരു ഒരു ഒരു ആത്മവിശ്വാസം കൂടി നമുക്ക് പാരലി ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എഴുത്ത് പരിപാടികൾ പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ആത്മവിശ്വാസം കുറച്ചും കൂടെ ദൃഢമായി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ശ്രമം ഏതായാലും നടത്തി നോക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് മാമാങ്കം എന്ന് പറയുന്ന സിനിമയിൽ സജീവ് പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിനൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരത്തെ ഒരു ആധാരം നമുക്ക് ആകപ്പെടെ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറുപ്പിന്റെ ഒരു സഹരചിതാവ് കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്ന വിവേക് രാമദേവൻ എന്നൊരു പുള്ളിക്കാരനുണ്ട്. അദ്ദേഹം വഴിയാണ് ഒന്ന് പിച്ച് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൃഥ്വിരാജിന്റെ അടുത്തും ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി. അപ്പം അദ്ദേഹത്തിനും നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ അദ്ദേഹവും ഇങ്ങോട്ട് അതിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, ഒന്ന് മമ്മൂക്ക ചെയ്ത നന്നായിരിക്കുമെന്ന് അദ്ദേഹവും കൂടി സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ അന്നേരം നമ്മൾ പറഞ്ഞു നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടാണ് വന്നത്, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി ഒരു പിന്തുണ കിട്ടിയപ്പോൾ പിന്നെ ആൻഡോ ജോസഫ് ത്രൂ ആണ് മമ്മൂക്കയിലോട്ടൊന്ന് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയതും അങ്ങോട്ട് എത്തിയതും. അപ്പം അദ്ദേഹത്തിനും നമുക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു സാധനം അദ്ദേഹത്തിനും കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഇതിലോട്ട് വരാമെന്ന് സമ്മതിക്കുന്നതും ഈ സിനിമയെ കാണുന്ന രീതിയിലോട്ട് രൂപപ്പെട്ടു വരികയൊക്കെ ചെയ്തത്. ആ ഒരു പ്രത്യേകത തന്നെയാണ് മമ്മൂട്ടി കമ്പനീനെ കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യിക്കുന്നതിലേക്ക് നയിച്ചത്. കാരണം മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻസിന്റെ സിനിമകളെടുത്ത് നോക്കിയാൽ കാണാം ഒരു പ്രത്യേകത. ആ സിനിമകൾക്കൊരു പ്രത്യേകത എങ്ങനെ നോക്കിയാലും കാണാൻ സാധിക്കും. അത്തരത്തിലൊരു പ്രത്യേകത കളങ്കാവലിനുണ്ടോ? അത്തരത്തിലുള്ള പ്രത്യേകത ഉണ്ടോ എന്ന് അങ്ങനെ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. എന്തോ ഒരു നമുക്ക് സബ്ജക്റ്റിലും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിലൊക്കെ ഒരു ആത്മവിശ്വാസമുണ്ട്. അതിലുപരി അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനും തോന്നിയത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി കമ്പനി ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുന്നത്. നമ്മളിത് അദ്ദേഹത്തിലോട്ട് എത്തി കുറച്ച് നാൾ കഴിഞ്ഞത് പടം ഷൂട്ടിലോട്ട് പോകുന്ന ആ ഒരു യാത്രയുടെ ഒരു സമയത്താണ് മമ്മൂട്ടി കമ്പനി തന്നെ ഇത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കും കുറച്ചുകൂടെ സന്തോഷവും തോന്നി, നമ്മുടെ ഒരു ആത്മവിശ്വാസം കുറച്ചും കൂടെ കൂടുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രവും ഒരു സ്റ്റാറ്റസും ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഉള്ളത് കൊണ്ട് ഒരു അഡീഷണൽ ഒരു ആത്മവിശ്വാസം വന്നു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് ഒരു ഹൈപ്പ്, കാരണം ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മുൻ സിനിമകളെ വെച്ചിട്ട് കളങ്കാവലിനും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കളങ്കാവലിനെ ചുറ്റിപ്പറ്റി കുറെ കഥകൾ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായിരുന്നു. അതിലൊന്നാണ് സയനൈഡ് മോഹനന്റെ കഥ. സയനൈഡ് മോഹനും കളങ്കാവലും തമ്മിൽ ബന്ധമുണ്ടോ? അത് നമ്മുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഒരു സ്രോതസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വാർത്തയല്ല അത്. എവിടുന്നോ അങ്ങനെ ഒന്ന് സ്പ്രെഡായി, പക്ഷെ ഭയങ്കരമായിട്ട് സ്പ്രെഡായ ഒരു ന്യൂസാണത്. ഈ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും നടന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ സംഭവങ്ങളും അതിനൊന്നും പെടാത്ത തന്നെ വേറെ ചില കഥാപാത്രങ്ങളും ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു തിരക്കഥയാണിത്. കഥാപാത്ര നിർമ്മിതിയിലും അതെ, അതേപോലെ തന്നെ കഥാഗതിയിലും ആണെങ്കിലും പലതരം ഒരു ബന്ധമില്ലാത്ത പലതരം സംഭവങ്ങൾ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഒഫീഷ്യലി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫോളോ ചെയ്യാനോ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട
സംഭവങ്ങളെ ഫോളോ ചെയ്യാനുള്ള സിനിമ നടത്തിയിട്ടില്ല. ഇത് ബേസിക്കലി ഇതൊരു പിന്നെ ഫിക്ഷൻ തന്നെയാണ്. കുറെ റിയൽ ലൈഫ് ഇൻസിഡന്റുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപപ്പെട്ട ഒരു ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഫിക്ഷണലൈസ്ഡ് വേർഷനിലെ ഒരു സിനിമാറ്റിക് പോസിബിലിറ്റി, അതിന്റെ ഒരു എൻഹാൻസ്മെന്റ് മാത്രമേ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളൂ, അതിനെ ഫോളോ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. റിയൽ ഇൻസിഡന്റ് ഫിക്ഷനിലേക്ക് മാറ്റുമ്പം അപ്പൊ ഈ റിയൽ ഇൻസിഡന്റിന് സമൂഹത്തിലൊരു നിയന്ത്രണം, സമൂഹത്തിലൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലോ. അപ്പം അതിനൊരു സമൂഹം ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫിക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഈ മീറ്ററിന് അപ്പുറത്തേക്ക് മറികടക്കരുത്. അങ്ങനെ ഒരു ഫിക്ഷൻ രചിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ ഈ റിയൽ ലൈഫ് ഇൻസിഡന്റിലോട്ട് ഫിക്ഷൻ ആഡ് ചെയ്തപ്പോൾ? ഇല്ല, അങ്ങനെ ഒരു സമ്മർദ്ദമോ അങ്ങനെ ഒരു ചിന്തയോ ഒരു സമയത്തും വന്നിട്ടില്ല. കാരണം നമ്മൾ ബേസിക്കലി പ്രചോദനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഗതിയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ മൈൻഡിൽ ഉണ്ടായ ഒരു സിനിമാറ്റിക് സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വിവരങ്ങൾ അതിൽ നിന്ന് എടുക്കുക എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനേക്കാൾ ഉപരി അതിനെ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിക്ഷണലൈസ്ഡ് വേർഷൻ എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു തോട്ടോ ആ തോട്ടോ കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദത്തിലോട്ടോ ഒന്നും ഒരിക്കലും പോയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ബന്ധനത്തിൽ നിൽക്കാതെ പോകാനേ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ശരിക്കും. കളങ്കാവൽ എന്ന് പറയുന്ന പേര് അധികം കേട്ടിട്ടില്ല. തെക്കൻ തിരുവിതാംകൂറിലോട്ടുള്ള ആചാരം, ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യവും മിത്തും ഒക്കെ ഈ പേര് ഇറങ്ങിയതിനു ശേഷമാണ്. എങ്ങനെയാണ് ഈ പേര് സിനിമയ്ക്ക് നൽകാനായിട്ട്? ഈ സിനിമയുടെ എനിക്കൊന്ന് ഷൂട്ട് തുടങ്ങുന്ന ആ ഒരു സമയം വരെയും കൃത്യമായ ഒരു പേരിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ മൈൻഡിൽ പല പല പേരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഫിക്സ് ചെയ്ത 2-3 പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പൂർണ്ണമായിട്ട് തൃപ്തിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എൻ്റെ കോറൈറ്റർ ജിഷ്ണുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്താണ് കളങ്കാവലിനെ പറ്റിയും അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യത്തെ പറ്റിയും ഒക്കെ അറിയുന്നത്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പല പല ഘടകങ്ങൾ കാരണം നമ്മുടെ സിനിമയുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പേര് എന്ന് തോന്നി. ഏറ്റവും ബേസിക്കലി അതിൻ്റെ വാച്യാർത്ഥം തന്നെ, അതായത് കളം കാവൽ എന്ന് പറയുന്ന വാച്യാർത്ഥം എന്ന് പറയുന്നത് ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ്. ആ വാച്യാർത്ഥത്തിൽ തുടങ്ങി ഒരുപാട് സമാനതകൾ സിനിമയുടെ തീമുമായിട്ട് തോന്നി. പിന്നെ അൾട്ടിമേറ്റ്ലി 2 ഭൂമികകളെ, അതുപോലെ 2 കൾച്ചറുകളെയും ഇത് അഭിമുഖീകരിക്കുന്നുണ്ട് ഈ സിനിമയുടെ കഥാഗതി. അത് പ്രത്യേകിച്ച് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തുള്ള 2 സ്ഥലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ പ്രദേശത്തെ കൾച്ചറുകളെയും ഈ പേര്, അതായത് ഈ കളങ്കാവൽ എന്നുള്ള പേര് തമിഴിലും ഒരേ അർത്ഥം തന്നെയാണ് കൺവേ ചെയ്യുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി ഈ കാളിയുടമായിട്ട് ബന്ധപ്പെട്ട കളങ്കാവൽ എന്ന് പറയുന്ന റിച്വലും ആ റിച്വലിന്റെ കാരണമായിട്ടുള്ള ഐതിഹ്യവും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പടവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഈ പേരിനോട് ഭയങ്കരമായിട്ട് ഒരു അഭിനിവേശം തോന്നിയത്. പക്ഷെ ഈ പറയുന്ന പോലെ ഇത് ഒരു പരിധിക്കപ്പുറം ആൾക്കാർക്ക് കണക്ട് ആകുമ്പോൾ ഇതെന്താണെന്നുള്ളത് ആൾക്കാർക്ക്, നമ്മുടെ ഈ ആചാരം നടക്കുന്ന സ്ഥലത്ത് പോലും പല പല ആൾക്കാർക്കും ഈ പേരിനെ പറ്റി ഐഡിയ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മമ്മൂക്കയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും അത് വളരെ അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫോൺ ഡിസൈനും അതേപോലെ പോസ്റ്ററുകളിലെ ചിലന്തി വലയും പുറകിലെ ചിലന്തി വലയും അതൊക്കെ സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രീതിയിലാണോ നിർമ്മിച്ചിരിക്കുന്നത്? അതെ അതെ. പിന്നെ ഈ പടത്തിന്റെ കഥയും അതുപോലെ ഇതിന്റെ ജോണറുണ്ട്, പിന്നെ ഒരു നെറേറ്റീവ് സ്ട്രക്ചറും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിലെ ചില കഥാപാത്രങ്ങളിലെ ചില ട്രൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പിന്നെ ഈ ഫോണ്ടും അതുപോലെ തന്നെ പോസ്റ്ററും ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള ആലോചനയിൽ നിന്നാണ് രൂപപ്പെട്ടത്. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ അത് പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുപോലെ മമ്മൂട്ടിയുടെ അതിലെ വേഷം ഭയങ്കരമായിട്ട് ചർച്ചയായതാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും മമ്മൂക്കയുടെ കഥാപാത്രം. എന്താണ് മമ്മൂക്കയുടെ കഥാപാത്രത്തെ പറ്റിയിട്ട്? മമ്മൂക്കയുടെ കഥാപാത്രത്തെ പറ്റി നെഗറ്റീവ് ഷെയ്ഡുള്ള പക്ക വില്ലൻ കഥാപാത്രമാണ് എന്നുള്ളതൊരു ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഔദ്യോഗിക ഭാഷയമല്ല. അതും ഇങ്ങനെ വന്ന് ഇവിടെ നിന്നൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള സംഗതികളാണ്. പിന്നെ നമ്മളതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകയോ നിരാകരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ദ്വന്ദ്ങ്ങൾക്ക് അപ്പുറം ഈ ഇതിൻ്റെ ഇടയിലുള്ള സ്പെക്ട്രത്തിൽ എവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനെ ഒരിടത്ത് കൊണ്ടോട്ട് കെട്ടിയിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ബാക്കി അതിൻ്റെ ഇൻ ഡീറ്റെയിൽ സംഗതികൾ സിനിമ സംസാരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഭാഷ്യമല്ല ആ സംഗതി എന്നുള്ളത്. അതുപോലെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് വിനായകൻ, എങ്ങനെയാണ് ആ കഥാപാത്രം വിനായകനിലേക്ക് എത്തിയത്? അത് പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ആണോ എന്നും ഒഫീഷ്യലി റിവീൽഡ് ആയിട്ടുള്ള സംഗതിയല്ല. സിനിമയിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ
ഉള്ള ഒരു സിനിമയാണ്. അതിൽ 2 കഥാപാത്രങ്ങളാണ് മമ്മൂക്കയും വിനായകൻ ചേട്ടനും ചെയ്യുന്നത്. അപ്പോൾ മമ്മൂക്ക ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് കുറേ കമ്മിറ്റ്മെൻറ്റ്സും പ്രോജക്ട്സും കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇത് ഷൂട്ടിംഗ് ഡേറ്റിലോട്ട് ഇത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം ചെയ്യാനായിട്ട് ഒരാൾ കൂടി വേണം. അതൊരു അനിവാര്യതയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നടന്ന ചർച്ചകളുടെ ഇടയിൽ മമ്മൂക്ക തന്നെയാണ് വിനായകൻ ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അത് ആലോചിച്ചപ്പോഴത്തേനും അദ്ദേഹം മുന്നേ ചെയ്തതിൽ നിന്നും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടുള്ള ഒരു ട്രേറ്റാണ് ഈ കഥാപാത്രത്തിന്. അപ്പോൾ അദ്ദേഹം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ഡയമെൻഷൻ വരുമെന്നൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് എത്തുന്നത്. സിനിമയുടെ ക്രൂ, ഫൈസൽ അലി, സംഗീതം മുജീബ്, എങ്ങനെയാണ് ആ ക്രൂവിലേക്ക് എത്തുന്നത്? ഫൈസലേട്ടൻ നമ്മുടെ എനിക്കൊന്ന് സിനിമ നമ്മൾ മീൻസ് ഒരുപാട് ചർച്ചകളും ഇപ്പം ഈ പറയുന്നത് പോലെ ഈ ഷൂട്ടിംഗ് പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു തീയതിയിലോട്ട് പെട്ടെന്നാണ് പടം ലാൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസിൽ നല്ലൊരു ഓപ്ഷനായിട്ട് ഫൈസലേട്ടനെ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ജോണറൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നി. അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഷൂട്ടിനോട് അടുക്കുന്ന സമയം വരെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് വെച്ച് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഈ കിഷ്കിന്ധ കാണ്ഡം എന്നുള്ള സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്ത് അത് പോയി കാണുകയൊക്കെ ചെയ്തപ്പോൾ ആ സിനിമയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സിനിമയെ മ്യൂസിക് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലായി. അപ്പോൾ ആ ജോണറിനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ചെയ്താൽ നന്നായിരിക്കും തോന്നുകയും പ്രൊഡക്ഷൻ ഹൗസും മമ്മൂക്കയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിനും താല്പര്യം തോന്നി. അങ്ങനെയാണ് അദ്ദേഹം ഇന്നായത്. അതും 2 നല്ല തീരുമാനങ്ങളായിരുന്നു എന്നാണ് ഇതുവരെയുള്ള അനുഭവം. ഇപ്പം സഹസംവിധായകനായിട്ടാണ് സിനിമ രംഗത്തേക്ക് വന്നത്. പിന്നെ കുറുപ്പിൻ്റെ കഥ എഴുതി, അതിനുശേഷം സംവിധായകനായി. അപ്പം ക്യാമറയുടെ മുന്നിലേക്ക് എത്തിയത് മമ്മൂക്കയാണ്. ഒരു നവാഗത സംവിധായകൻ എന്നുള്ളതിൽ ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയെ ക്യാമറയുടെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ആക്ഷൻ പറയുമ്പോഴും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് അതൊരു അർബൻ ലെജൻഡ് പോലെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായി. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു നടനാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളുമാണ്. പക്ഷെ ഷൂട്ട് എനിക്ക് തോന്നുന്നു തുടങ്ങി ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഒന്ന് മാറി നമുക്ക് കൃത്യമായിട്ട് ജെല്ലാവാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ദൃശ്യഭാഷ എന്താണെന്നും അതിനകത്ത് നമ്മളിപ്പം നമ്മുടെ ഷോർട്ട് ഡിവിഷൻ പിന്നെ മ്യൂസിക്കിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എഡിറ്റിംഗ് പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു പ്രോസസ്സ് ആയിട്ടായിരിക്കും അനുഭവപ്പെടുക എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കഥാപാത്രത്തെ പറ്റിയും അതിലുപരി അദ്ദേഹം ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ സന്ദർഭത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് ആയിരിക്കും അദ്ദേഹം ഒരുങ്ങിയിട്ടായിരിക്കും വരുന്നത്. അദ്ദേഹം ആ ഒരുക്കത്തിൻ്റെ ഗുണം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ അനുഭവിക്കാനും പറ്റും. കൃത്യമായിട്ട് അദ്ദേഹം നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന പല പല സംഗതികളും ഇങ്ങനെ ഡെലിവറി ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ഭയങ്കര നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ഹൈ തരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ഈ സിനിമയിലേക്കുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു? സഹസംവിധായകനായിട്ട് തുടങ്ങി പിന്നെ കഥാകൃത്തായി ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ്, സിനിമയ്ക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തെ? സിനിമയിലോട്ട് വന്ന ജേണി എന്ന് പറയുന്നത് തിരിച്ചാണ്. അതായത് ആദ്യം എഴുത്തുകാരനാവാനാണെന്ന് ശ്രമം നടത്തിയതും പിന്നെ എപ്പോഴെങ്കിലും സംവിധാനം നോക്കിയേക്കാം. എനിക്ക് അങ്ങനെ സംവിധാനം പറ്റുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു ആദ്യം പിന്നെ പോകെ ഇങ്ങനെ കുറിപ്പൊന്ന് ഓണായി. ശ്രീനാഥേട്ടനാണ് എൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഓണായി കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തായിരുന്നു അതിലോട്ട് പ്രോജക്റ്റ് ലാൻഡ് ആവാനും ഒക്കെ. അപ്പോൾ ആ ഒരു യാത്രയുടെ ഇടയിലാണ് പിന്നെ കുറച്ചും കൂടെ എഴുത്തിനേക്കാളും സംവിധാനം എന്നൊരു പരിപാടിയിലോട്ടുള്ള ഒരു അഭിനിവേശം കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ സംവിധായകനായിട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറിപ്പിൽ ഉൾപ്പെടെ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ പിന്നെ എഴുത്തിനേക്കാൾ ഉപരി സംവിധാനം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. അപ്പം അങ്ങനെ ഗ്രാജുവലി 1-2 സബ്ജക്റ്റുകളിലോട്ടൊക്കെ ലാൻഡ് ചെയ്തു. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിനകത്തൊരു ആത്മവിശ്വാസം തോന്നിയപ്പോഴാണ് പുതുക്കെ ശ്രമങ്ങൾ ആരംഭിച്ചത്. പിന്നെ അതിൻ്റെതായ സമയമെടുത്തു. പക്ഷെ കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. സംവിധാനവും എഴുത്തും, അപ്പോൾ എഴുത്തുകാരനെ ആവാനായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞു. സംവിധാനവും എഴുത്തും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം അങ്ങനെ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോഴുള്ള? സംവിധായകൻ എഴുതും ഇപ്പം ഈ സിനിമയിലാണെങ്കിൽ ഇത് പിന്നെ ആദ്യമേ കഥാബീജം മനസ്സിലുണ്ടായി അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയം തൊട്ടേ ഞാൻ ഇത് സംവിധാനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അതിൻ്റെ
ഡെവലപ്മെന്റ്സ് പരിപാടികളൊക്കെ നടത്തിയത്. അപ്പം അതിനകത്ത് അൾട്ടിമേറ്റ്ലി സിനിമ ഈസ് ആൻ ആർട്ട് ഓഫ് എ ഡയറക്ടർ എന്നുള്ള ഒരു സംഗതിയിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനകത്ത് എഴുത്തിനെയും സംവിധാനത്തിനെയും അങ്ങനെ രണ്ടായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അത് ഏതാണ്ട് പരസ്പര പൂരകമായിട്ട് തന്നെയാണ് പോയത് ത്രൂ ഔട്ട് പ്രോസസ്സ്. പിന്നെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണെങ്കിലും പോലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അൾട്ടിമേറ്റ്ലി സംവിധായകന്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു സിനിമാറ്റിക് സങ്കല്പം ഉണ്ടായിരിക്കും. അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഔട്ട്പുട്ട്സിനെ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ മീൻസ്, അതായത് സംവിധായകൻ അല്ലാതെ എഴുത്തുകാരൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഒരു ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിന്ന് നമുക്ക് സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു. പക്ഷേ സംവിധാനം എന്നുള്ള രീതിയിൽ വരുമ്പോൾ ടോട്ടൽ സിനിമയുടെ സംഗതി നമ്മുടെ കയ്യിലാണ്. നമ്മുടെ മനസ്സിലുള്ള സിനിമാറ്റിക് സങ്കല്പത്തെ അതിന് അപ്പം സഹ എഴുത്തുകാരാണെങ്കിലും ബാക്കി എല്ലാവരും നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിട്ട് മാറും. അൾട്ടിമേറ്റ്ലി അങ്ങനെയാണ് സിനിമയുടെ ഒരു മെക്കാനിസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് സബ്ജക്റ്റീവായിട്ടുള്ള സംഗതികളാണ്. ഇത് ഓരോ സംവിധായകരുടെയും എഴുത്തുകാരുടെയും രീതിക്കനുസരിച്ച് ഇതൊക്കെ മാറാം. എന്നാലും അൾട്ടിമേറ്റ്ലി ഇതാണ് അതിൻ്റെ ഒരു പരിപാടി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം കളങ്കാവലുടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയാണ്. അടുത്തൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ പുതുതായിട്ട് ഇനി? പ്രോജക്റ്റുകൾ മീൻസ് ഇപ്പം ഈ ഗ്യാപ്പ് ഇടയ്ക്കുള്ള സമയങ്ങളിൽ വേറെ 1-2 പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാധനമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടുതൽ അതിൻ്റെ വിശദവിവരങ്ങൾ പറയാനുള്ള ഒരു അവസ്ഥയിലോട്ട് ആയിട്ടില്ല. പോസിറ്റീവായിട്ടാണ് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു പ്രേക്ഷകരുടെ ഭാഗത്തിൽ നിന്ന് എന്തൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്? പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ലൊരു പ്രതികരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ മൈൻഡിൽ കണ്ട ഒരു സിനിമാറ്റിക് സങ്കല്പത്തെ അത് ആ ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡെലിവർ ചെയ്യാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ത്രൂ ഔട്ട് നടത്തിയിരുന്നത്. അതിൽ ഒരുപാട് ഇവല്യൂഷൻസ് ഉണ്ടായി. ആദ്യം ഉണ്ടായിരുന്ന സിനിമാ സങ്കല്പത്തിന് വേറൊരു രീതിയിലുള്ള ഒരു മാറ്റങ്ങളും പരിപാടികളും നമുക്ക് പിന്നെ നല്ല രീതിയിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള യാത്രയിൽ സംതൃപ്തനാണ്. ആസ് എൻ ഓഡിയൻ എനിക്ക് സംതൃപ്തി ഉണ്ട്. അപ്പോൾ അതേ ഒരു സംതൃപ്തി കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. എന്നാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അതിനകത്തൊരു ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കളങ്കാവലിൻ്റെ കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഇൻസിഡൻസിലേക്ക്, അതായത് ഒരു കഥാബീജം കിട്ടി ഇതിനകത്തേക്ക് നമുക്ക് ഇന്ന ഇൻസിഡൻറ്റ് ചേർത്താൽ മതിയാവും. ആ ഒരു റിസർച്ച് പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? ട്രാവൽ ചെയ്ത് ഈ റിസർച്ച് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇത് പിന്നെ പ്രധാനമായിട്ടും ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വെച്ച ഒരു സംഗതിയാണ് എൻ്റെ അടുത്ത്. ഇതിൻ്റെ കോറേറ്റർ എന്ന ജിഷ്ണുണ്ട്, അവനാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. പക്ഷെ അന്ന് എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് സിനിമാറ്റിക്കലി അപ്പീലിംഗ് ആയിട്ട് അന്ന് ഫീൽ ചെയ്തിട്ടില്ല. അത് ഒരു സിനിമയുണ്ട്, ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ ഡോക്യുമെന്റേഷൻ നടത്തുക എന്നതിനപ്പുറത്തോട്ട് അത് അറിഞ്ഞിട്ടും വരുന്ന ആൾക്കാരെ അതിനപ്പുറത്തോട്ട് എക്സൈറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പരിപാടി അതിനകത്ത് ഉണ്ടെങ്കിലേ അതിനകത്ത് സിനിമ ചെയ്തിട്ട് കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ഒരുപാട് ചർച്ചകൾ നടത്തി. അതിനകത്ത് എന്തോ പരിപാടി ഉണ്ടെന്ന് അറിയായിരുന്നു. പിന്നെ വേറൊരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ സംസാരിക്കുമ്പോഴാണ് പുള്ളി ഇതിൽ നിന്നും ബന്ധമൊന്നുമില്ലാത്ത മറ്റൊരു ഇൻസിഡന്റിനെ പറ്റിയും അതിനകത്ത് ഉള്ള വേറെ ചില കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചത്. അതും ഇത് ക്ലബ് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി. അപ്പോൾ അതും അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് അന്ന് തോന്നിയില്ല. പക്ഷെ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് മടങ്ങുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് പോയാൽ അത് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വേറൊരു സിനിമാറ്റിക് സങ്കല്പത്തെ പറ്റിയുള്ള ചില ചിന്തകൾ വന്നു. ആ ഒരു മൊമെന്റിലാണ് ഇത് സിനിമയായിട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനവും ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് തോന്നിക്കുന്ന ഒരു മൊമെന്റും ഉണ്ടായത്. മീൻസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ട്രാക്ക് ഉണ്ടെന്നുള്ള ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ എന്നൊരു സംഗതി അന്നേരമാണ് കിട്ടുന്നത്. അന്നേരത്തെ തീരുമാനത്തിന്റെ പുറത്താണ് ഇത് സിനിമ സംഭവിക്കുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. സിനിമയെ പറ്റി കുറേയധികം പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കുള്ളത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഒക്കെ ഇറങ്ങിയപ്പം ഈ പ്രതീക്ഷകൾ കൂടിക്കൂടി വരികയാണ്. ടീസറും കൂടെ ആയപ്പോഴത്തേക്ക് ആ പ്രതീക്ഷ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടി ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ടായിരിക്കും എത്തുക എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും സംതൃപ്തിപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ പ്രതീക്ഷകൾ എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് സിനിമ ഏത് രീതി ബാധിക്കും എന്നതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമുക്ക് റിയലിസ്റ്റിക്കലി പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന സമയം തൊട്ടേ ഇന്നത്തെ കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് എത്തുക, ആൾക്കാരുടെ ഇടയിലോട്ട് അല്ലെങ്കിൽ സിനിമയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിലോട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നും അതിനകത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടാകണോ വേണ്ടോ ഇങ്ങനെയുള്ള സംഗതികൾ ആൾക്കാരിലോട്ട് പെനട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് അനിവാര്യത കൂടിയാണ്. തിയേറ്ററിൽ അത് സിനിമ കൃത്യമായിട്ട്
റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി ഈ സിനിമയ്ക്ക് ആൾക്കാരുടെ ഇടയിലുള്ള സംസാരത്തിൽ നിന്നും മറ്റും അത് സംഗതി കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് എത്തുന്നുണ്ടെന്ന് മനസ്സിലായി. അത് ആ എക്സൈറ്റ്മെന്റ് ഹൈപ്പും വേറെ രീതിയിൽ ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന് ചിന്തിക്കുന്നില്ല. ആ ഒരു തോട്ടിലോട്ട് പോകുന്നില്ല. നമ്മൾ ആദ്യമേ തൊട്ടേ മൈൻഡിൽ കണ്ടിട്ടുള്ള ഒരു സിനിമ സങ്കല്പമുണ്ട്. അതിനെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. സ്ഥലം അമ്പൂരിയാണല്ലോ. അപ്പം ഈ തമിഴ്നാട് ബോർഡറുമായിട്ട് അടുത്തിറങ്ങുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പേരിട്ടിരിക്കുന്നത് ഒരു തെക്കൻ തിരുവിതാംകൂർ ദേശത്തൊരു ആചാരത്തിൻ്റെ പേരാണ് സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഒരു കഥ എഴുതുമ്പോൾ സ്വാധീനിക്കാറുണ്ടോ? ഈ ഒരു ഈ ഒരു സ്പേസിൽ, ഈ ഒരു സ്ഥലവും ഈ നാടും അങ്ങനത്തെ ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഒക്കെ. ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം ബേസിക്കലി നമ്മളൊരു ഫിക്ഷണലൈസ്ഡ് പരിപാടികളാണ് സിനിമയിലൂടെ പറയാനൊക്കെ ശ്രമിക്കുന്നതെങ്കിലും നമ്മളെ ഏറ്റവും പരിചയമുള്ള ചുറ്റുപാടുകളും ഏറ്റവും പരിചിതമായിട്ടുള്ള വ്യക്തികളും അതേപോലെ സാംസ്കാരിക മണ്ഡലം ഇതൊക്കെ നമ്മളെ എഴുത്തിനെയൊക്കെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി സ്വാധീനിക്കാറുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പരിചയമുള്ള ചില സംഗതികളിലൂടെ നമ്മൾ ചേർന്ന് പോകുമ്പോൾ അതിൻ്റെ കൈൻഡ് ഓഫ് ഒരു റിയലിസം നമുക്ക് നമ്മുടെ എഴുത്തിൽ സ്വാംശീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് കൈൻഡ് ഓഫ് ഒരു ഈസി പരിപാടിയാണ്. ആ രീതിയിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ സിനിമയാണെങ്കിൽ ആ സിനിമയെ ഒരു പ്ലേസ് ചെയ്ത ഭൂമികയാണെങ്കിലും അതുപോലെ പിക്ക് ചെയ്ത ചില കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ നിന്നല്ല പറയുന്നത്, പക്ഷെ ഈ അടുത്ത ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ അതേപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് ആത്മവിശ്വാസമുള്ള ചില ഇടങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എഴുത്തിൽ കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷൂട്ടും ഈ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം, അതായത് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ട് നടന്നത്. അത് ഈ ഒരു സ്വാധീനം കൊണ്ടൊക്കെ തന്നെയാണ്. അതായത് ഈ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് അത് ഈ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ സബ്ജക്റ്റും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പ്രേക്ഷകരോട് കളങ്കവലം എന്ന സിനിമയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ബേസിക്കലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫിക്ഷണലൈസ് സിനിമ തന്നെയാണ് ഇത്. കൃത്യമായ ഒരു ഫിക്ഷനെ തന്നെയാണ് ഈ സിനിമ ഫോളോ ചെയ്യുന്നത്. ക്രൈം ഡ്രാമയുടെ ഒരു സ്വഭാവത്തിലുള്ള ഒരു ജോണറാണിത് ഫോളോ ചെയ്യുന്നത്. പിന്നെ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നും അതിലുപരി മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ചില പ്രത്യേകതകളുള്ള ചില പരിപാടികൾ കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുകയും കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.